ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 9 ഒന്നാമത്തെ വായനാഭാഗം ന്യായാധിപൻ പാഠപുസ്തകം 6-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗങ്ങളിൽ ഇസ്രായേൽ മക്കൾ തെറ്റിയുകയും ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്കുണ്ടാകുന്ന കഷ്ടങ്ങളും അവർ ആ കഷ്ടം സഹിക്കവയ്യാതെ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം അവർക്ക് അവരുടെ രക്ഷകന്മാരെ, അവരെ അറിയപ്പെടുന്നത് ന്യായാധിപന്മാരെന്ന പേരിലാണ്, രക്ഷകന്മാരെ എഴുന്നേൽപ്പിക്കുകയും ആ രക്ഷകന്മാർ അവരുൾപ്പെടെ അവർ യുദ്ധം നയിക്കുകയും ആ യുദ്ധങ്ങൾ ദൈവം ജയം കൊടുക്കുമാറാക്കുകയും ആ കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്ത കാഴ്ച കണ്ടു. ഇപ്പോൾ 40 വർഷം അവർ സ്വസ്ഥമായിരിക്കുകയാണ്. ഈ 40 വർഷത്തിനിടയിൽ നമ്മൾ വായിക്കുന്ന 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു. അപ്പോൾ ഈ പാഠങ്ങളൊന്നും അവർ പഠിക്കുന്നില്ല. അല്ലെങ്കിൽ വീണ്ടും ഒരു കഷ്ടത്തിലാകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ വിട്ടുമാറി അവർ അന്യദൈവങ്ങളുടെ പുറകെ പോകാതിരിക്കണം, അന്യദൈവങ്ങൾക്ക് ധൂപം കാണിക്കാതിരിക്കണം, നമസ്കരിക്കാതിരിക്കണം, യാഗങ്ങൾ അർപ്പിക്കാതിരിക്കണം, അവിടെ നിന്ന് വിവാഹം കഴിക്കാതിരിക്കണം, അവർക്ക് പെൺമക്കളെ കൊടുക്കാതിരിക്കണം. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അവർ ഇതെല്ലാം മറന്നുപോയി എന്നാണ്. എന്നിട്ട് അവർ ഈ പറഞ്ഞ അനിഷ്ടമായുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അങ്ങനെ ദൈവം 7 വർഷത്തേക്ക് മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ എന്ന് പറയുന്ന ജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവിടെ മിദ്യാന്യരും പിന്നെ വേറെ അമാലേക്കരും ഒക്കെ ഈ ദേശത്തിറങ്ങി അവർ വിളകളൊക്കെ നശിപ്പിക്കും. വിളകൾ നശിപ്പിക്കും, ധാന്യങ്ങൾ കൊണ്ടുപോകും, ആടുമാടുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകും, എടുത്തുകൊണ്ട് പോകും. അവരെ നിയന്ത്രിക്കാനൊന്നും കഴിവില്ല. അതുകൊണ്ട് ഇവർ ശരിക്കും വിഷമിച്ചു. ആഹാരം കഴിക്കാൻ പോലും അവർ ഉണ്ടാക്കി വയ്ക്കുന്ന ധാന്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകും, ആടുപാടുകളെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു എന്നാണ്. അപ്പോൾ അവരുടെ ഇതില്ല, ആടുമാടുകളില്ല, അല്ലെങ്കിൽ ധാന്യങ്ങളില്ല, ഒന്നുമില്ലാതെ അവർ ക്ഷയിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഈ നിലവിളി ദൈവസന്നിധിയിലെത്തിയപ്പം ദൈവം ഒരു പ്രവാചകൻ ഇവരുടെ അടുക്കൽ അയച്ചു. അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രയീമരുടെ എല്ലാ കയ്യിൽ നിന്നും പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ച് അവരെ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയെ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളോ എൻ്റെ വാക്ക് കേട്ടില്ല. ഇത്രയും കാര്യം ആ പ്രവാചകനെ കൊണ്ട് ഈ ജനത്തോട് ദൈവം പറയിപ്പിച്ചു. ശേഷം യഹോവയുടെ ദൂതൻ വന്നു. യഹോവയുടെ ദൂതൻ അവിടെ മനശ്ശെയുടെ ഗോത്രത്തിലെ ഒരു ഗിദെയോൻ എന്ന് പറഞ്ഞ ഒരു യുവാവ് ഉണ്ട്. ആ യുവാവിൻ്റെ അടുത്ത് വന്നു. അവിടെ വെച്ച്, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഈ ഗിദെയോനോട് ദൂതൻ പറയുകയാണ്. ഗിദെയോൻ എന്നതിന് മറുപടി പറഞ്ഞു, അയ്യോ യജമാനെ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചും പറഞ്ഞു. യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പം ദൂതൻ പറഞ്ഞു, നീ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം ഏറിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ദൂതൻ പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. പക്ഷേ ഈ ദൂതനാണെങ്കിലും അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? യഹോവ അവനോടെന്നാണ് പറയുന്നത്. യഹോവ അവനോടെന്നാണ് എഴുതിയിരിക്കുന്നത്. യഹോവ അവനോടെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ആ ദൈവത്തിൻ്റെ പേര് വെച്ചാണ്, നാമം വെച്ചാണ് ദൂതൻ അവിടെ വരുന്നത്. ആ ദൂതന് ആ അധികാരമുണ്ട്, ഞാൻ യഹോവയാണെന്ന് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇവിടെ എങ്ങും ഞാൻ യഹോവയാണെന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഞാൻ യഹോവയാണെന്ന് പറയുന്നില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ അവനോടെന്ന് പറയുന്നുണ്ട്. അപ്പം യഹോവ എന്ന് തന്നെയാണ് ഈ ദൂതനെ ഇവിടെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ഒരു കുറച്ച് നേരത്തേക്ക് നീ ഒരു അടയാളം കാണിച്ചു തരണം, നീ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാനൊരു സംഗതി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞൊരു വഴിപാട് എടുക്കാൻ പോയി.
പോയിട്ട് ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയൊക്കെ ഒരുക്കി മാംസം ഒരു കുട്ടയിൽ വെച്ച് ചാറൊരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിൻ്റെ കീഴെ കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, ആ മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറയുടെ മുകളിലേക്ക് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചാറും അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു. ഈ യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് അതൊരത്ഭുതം അവിടെ കാണുകയാണ്. ഗിദെയോൻ ഈ കൊണ്ടുവച്ച ആഹാര സാധനങ്ങളിൽ യഹോവയുടെ ദൂതൻ വടി തൊട്ടപ്പോഴത്തേക്ക് പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും ആ പുളിപ്പില്ലാത്ത വടയും എല്ലാം ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ പെട്ടെന്ന് അവിടെ മറയുകയും ചെയ്തു. അപ്പം ഗിദെയോന് മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലായി എന്ന് ദൂതന് തിരിച്ചറിഞ്ഞ് ദൂതൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഗിദെയോൻ പറഞ്ഞു, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയില്ല. അപ്പോൾ യഹോവയുടെ ദൂതനാണ് അവിടെ വന്നതെന്നുള്ള കാര്യം ഗിദെയോനും ബോധ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. അപ്പം ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകുമെന്നാണല്ലോ ഒരു ധാരണ. നമ്മൾ പലപ്പോഴും ഈ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ദൈവദൂതനെ കണ്ടിട്ട് മരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഭാഗം. അപ്പോൾ അവിടെ നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. അങ്ങനെയാണ് അവിടുത്തെ ഗിദെയോൻ അവിടെ ഒരു യാഗപീഠം പണിതായിട്ട് നമ്മൾ വായിക്കുന്നത്. ആ ദിവസം രാത്രി ദൈവം യഹോവ അവനോട് കൽപ്പിച്ചത്, നിൻ്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിൻ്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിൻ്റെ അരികിലുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുക എന്ന് പറയാം. അപ്പം സ്വന്തം വീട്ടിൽ തന്നെ തൻ്റെ അപ്പൻ ഒരു ബാലിൻ്റെ വിഗ്രഹവും അശേര പ്രതിഷ്ഠയും ഒക്കെ വെച്ച് ഒരു ദൈവം കളിക്കുന്ന പരിപാടിയുണ്ട്, ഒരു കോവിൽ കളിക്കുന്ന പരിപാടി അവിടെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം പറഞ്ഞ് അതിനെല്ലാം വെട്ടിക്കളയാൻ പറയും. ബാലിൻ്റെ വിഗ്രഹം ഇടിച്ച് അതിനെ ഒഴികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയണം. ഈ ദുർഗത്തിൻ്റെ മുകളിൽ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ദൈവപ്രകാരം യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ, അപ്പൻ്റെ കാളയാണെന്ന് തോന്നുന്നു, ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കാൻ പറയുന്നു. അപ്പോൾ അത് പകൽ ചെയ്യാൻ മടിച്ചിട്ട് ഗിദെയോൻ തൻ്റെ 10 വേലക്കാരെയും കൂട്ടി രാത്രി അത് ചെയ്യും. പട്ടണക്കാരൊക്കെ എല്ലാവരും അതിൻ്റെ ആളുകളാണ്. അപ്പൻ മാത്രമല്ല, അപ്പനും ആ പട്ടണക്കാരും ദേശക്കാരും ഒക്കെ ഈ അശേര പ്രതിഷ്ഠയുടെയും ബാലിൻ്റെ ബലിപീഠത്തിൻ്റെയൊക്കെ ആളുകളാണ്. അപ്പോൾ അവരെ പേടിച്ചിട്ട് പകൽ ചെയ്യാതെ രാത്രി ചെയ്തു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്നത് കണ്ടു. ആ കാളയെ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതായിട്ടും കണ്ടു. ഇത് ചെയ്ത് ആരെന്ന് അന്വേഷിച്ചപ്പം അത് യോവാശിൻ്റെ മകനായ ഗിദെയോനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പട്ടണക്കാർ യോവാശിനോട്, നിൻ്റെ മകനെ പുറത്തേക്ക് അയക്ക്, അവൻ മരിക്കണം, അവൻ ബാലിൻ്റെ ബലിപീഠം ഇടിച്ച് അതിനരികൊണ്ടായ അശേര പ്രതിഷ്ഠ വെട്ടിക്കളഞ്ഞവനാണ്, അവൻ മരിക്കപ്പെടേണ്ടവനാണ്, കൊല ചെയ്യപ്പെടണം, അവനെ ഇങ്ങോട്ട് അയക്കുക, ഞങ്ങൾ അവനെ കൊല്ലട്ടെ എന്ന് പറയും. യോവാശ് എന്നാ പറഞ്ഞത്? യോവാശ് അവിടൊരു മറുപടി പറയുന്നുണ്ട്. തൻ്റെ സ്വന്തം മകനാണല്ലോ, തൻ്റെ വിഗ്രഹങ്ങളെയാണ് നശിപ്പിച്ചതെങ്കിലും യോവാശ് പറഞ്ഞു, ബാലിന് വേണ്ടി നിങ്ങളാണോ വ്യവഹരിക്കുന്നത്? നിങ്ങളോ അവന് വേണ്ടി രക്ഷിക്കുന്നത്? അവന് വേണ്ടി വ്യവഹരിക്കുന്ന ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കാര്യമല്ല. നിങ്ങൾ ദൈവം എന്നല്ലേ പറയാം. ദൈവം എന്ന് പറയുന്നവനെ വ്യവഹരിക്കേണ്ടത് മനുഷ്യനല്ല. ബാലിൻ്റെ വിഗ്രഹം തകർത്തെങ്കിൽ ബാല് അതിനെ വ്യവഹരിച്ചോളും എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവനൊരു ദൈവമെങ്കിൽ തൻ്റെ ബലിപീഠം ഒരുത്തിന് ഇടിച്ചു കളഞ്ഞതുകൊണ്ട് അവൻ തൻ്റെ കാര്യം വ്യവഹരിക്കട്ടെ. ഇവൻ അവൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാല് അല്ലേ വ്യവഹരിക്കണം, നിങ്ങൾ വ്യവഹരിക്കേണ്ട കാര്യമില്ല, അത് ബാല് കൈകാര്യം ചെയ്തോളൂ അവനെ എന്നാണ് പറയുന്നത്. അപ്പം ബാൽ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ യെരുബാൽ എന്ന് പേര് വിട്ടു. ഈ ഗിദെയോൻ അവരിട്ടൊരു പേരാണ് യെരുബാൽ, ബാൽ വ്യവഹരിക്കട്ടെ എന്നാണ് അർത്ഥം. ശേഷം ഈ മിദ്യാന്യരും അമലേക്കരും ഒക്കെ അവിടെ ഒന്നിച്ചു കൂടി ജസ്രയേൽ താഴ്വരയിൽ പാളയമിറങ്ങി. അപ്പം ഇവരെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാനായിട്ട് അവരടുത്ത വട്ടം കൂട്ടി വരികയാണ്. നേരത്തെ പല പ്രാവശ്യം വന്നതുപോലെ ഇപ്രാവശ്യം വീണ്ടും വരാൻ വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ അവർ പുറപ്പെട്ടു, ജസ്രയേൽ താഴ്വര വരെ എത്തി, അവിടെ പാളയമിറങ്ങുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഗിദെയോൻ്റെ മേൽ വന്നു. അവൻ കാഹളമോതി അബ്രയേസ്യരെ തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവൻ മനശ്ശെയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു. അവരെയും അടുത്ത് വിളിച്ചുകൂട്ടി. ആശേരിൻ്റെയും സെബുലൂൻ്റെയും നഫ്താലിയുടെയും ഗോത്രങ്ങളിൽ അവർ ദൂതന്മാരെ അയച്ചു. അവരും പുറപ്പെട്ടു വന്ന് അവരോട് ചേർന്നു. അപ്പോൾ ദൈവത്തോട് ഗിദെയോൻ ഒരു കാര്യം ചെയ്തു. അങ്ങ് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ എനിക്കൊരു അടയാളം തരണം. ഇതാ, ഞാൻ രോമമുള്ള ഒരു ആട്ടിൻ തോൽ കളത്തിലിടാൻ പോവുകയാണ്. അത് കളത്തിലിടുമ്പം ആ കളം മുഴുവൻ ഉണങ്ങിയിരിക്കണം.
ആട്ടിൻതോല് മാത്രം നനഞ്ഞിരിക്കണം. അത് ചെയ്താൽ എനിക്ക് ഒരു ധൈര്യമാകും, അല്ലെങ്കിൽ വിശ്വാസമാകും എന്നുള്ളതാണ് എൻ്റെ ആശയം. അപ്പം അങ്ങനെ ഇരുന്നു. അത് രാത്രി മുഴുവൻ അങ്ങനെ ഇരിക്കുന്നു. രാവിലെ നോക്കുമ്പോൾ അത് മാത്രം നനഞ്ഞിരിക്കുന്നു. ചുറ്റുമുള്ള ഭൂമി മുഴുവൻ ഉണങ്ങിയിരിക്കുന്നു. അതെടുത്ത് പിഴിഞ്ഞു. അതിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം മുഴുവൻ പിഴിഞ്ഞു കളഞ്ഞു. മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. പിന്നെ ദൈവത്തോട് പിന്നെയും ഗിദെയോൻ പറഞ്ഞു, അങ്ങയുടെ കോപം എൻ്റെ മേൽ ജ്വലിക്കരുത്, ഞാൻ ഒരു പ്രാവശ്യം കൂടി സംസാരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞത് ഇതാണ്: തോൽ മാത്രം ഉണങ്ങി. നേരത്തെ തോൽ നനഞ്ഞും ഭൂമി ഉണങ്ങിയിരിക്കാനാണല്ലോ പറഞ്ഞത്. ഇവിടെ ഇപ്പം പറഞ്ഞത് തോൽ ഉണങ്ങിയിരിക്കണം, ബാക്കി ചുറ്റുമുള്ള ഭൂമി നനഞ്ഞിരിക്കണം മഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു. അതുപോലെ ഒരു പ്രാവശ്യം കൂടി ശ്രമിച്ചു. ഒരു ദോഷവും ഗിദെയോനുണ്ടായില്ല. ഗിദെയോൻ പറഞ്ഞതുപോലെ ദൈവം അത് ചെയ്തു. ഭൂമി നനഞ്ഞു. ചുറ്റുമുള്ള ആ 4 ഭാഗത്തുമുള്ള ഭൂമി നനഞ്ഞു. പക്ഷേ ഈ തോലുകൊണ്ടുള്ള അത് ഉണങ്ങിയില്ല, നനഞ്ഞില്ല. അത് മാത്രം ഉണങ്ങിയിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അപേക്ഷിക്കുകയും ദൈവം അത് ചെയ്തു കൊടുക്കുക. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി ഗിദെയോനെയൊക്കെ നശിപ്പിച്ച് ഇവർക്ക് രക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇപ്പോൾ മുമ്പിലുള്ള ലക്ഷ്യം. അതിന് മറ്റൊന്നും ഒരു തടസ്സമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് ഗിദെയോന് ഒരു ധൈര്യത്തിനും ബലത്തിനും, ദൈവമാണ് എന്നെ അയക്കുന്നതെന്നുള്ള ബോധ്യത്തിനും ഇവിടെ ജയം ഉറപ്പാണ് എന്നുള്ള വിശ്വാസത്തിനും ഒക്കെ അത് പല കാര്യങ്ങൾക്കും കാരണമായിരുന്നതുകൊണ്ട് ദൈവം അത് കാണിച്ചു കൊടുക്കുകയും അത് ഗിദെയോന് മാത്രമല്ല, ഗിദെയോൻ്റെ കൂടെ പുറപ്പെട്ടു വരുന്ന എല്ലാ സൈന്യത്തിനും ജനത്തിനും കൂടെയുള്ള പടയാളികളും ഒക്കെ ആ ഒരു ധൈര്യത്തോടെ മിദ്യാനെ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇവരാരും ഈ മിദ്യാനൊരു പല പ്രാവശ്യം വന്നപ്പോഴും പേടിച്ചിരുന്നവരാണ്, ഒളിച്ചിരുന്നവരാണ്. ധാന്യം കൊണ്ടുപോകണേ പൊക്കോട്ടെ, ആട് കൊണ്ടുപോകണേ പൊക്കോട്ടെ, ഞങ്ങൾക്ക് ജീവനിലൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒളിച്ചിരുന്നവരാണ്. അപ്പോൾ ഇന്ന് ആ ഒളിച്ചിരുന്നവർ ധൈര്യപൂർവ്വം അവർക്കെതിരെ പുറപ്പെടണമെങ്കിൽ അസാമാന്യമായി ധൈര്യം ലഭിച്ചാലേ ഒക്കുള്ളൂ, ഒരു ഉറപ്പ് ലഭിച്ചാലേ ഒക്കുള്ളൂ, ഒരു വിശ്വാസം വന്നാലേ ഒക്കുള്ളൂ. അപ്പോൾ അതിന് ഉതകുന്ന ഒരു പ്രവൃത്തി, അത് തനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ജനത്തിന് പുറപ്പെട്ടു പോകുന്ന പടയാളി സംഘത്തിനും ഒക്കെ ആവശ്യത്തിനുള്ള ഒരു അടയാളമാണ് ഗിദെയോൻ ദൈവത്തോട് ചോദിക്കുന്നത്. അത് ദൈവം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മുമ്പിരുന്നത് പോലെയല്ല, അതിനേക്കാൾ വ്യത്യസ്തമായൊരവസ്ഥയിൽ അവർ ഇന്ന് പുറപ്പെടുവാൻ തയ്യാറാകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാളെ നമ്മൾ കാണുന്നത് നാളെ നമ്മൾ വായിക്കുമ്പം ഇങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെടുന്നതും എങ്ങനെയാണ് യുദ്ധത്തിൽ ജയിക്കുന്നതും ഒക്കെ നമ്മൾ നാളെ കാണും. അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ട പാഠം, നമ്മൾ ഇതുപോലെ വീണ്ടും ദൈവത്തോട് അകന്നു പോവുകയും ദൈവത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ടാകാതിരിക്കുകയും കഷ്ടങ്ങളെല്ലാം വന്നിട്ട് ദൈവത്തെ അന്വേഷിക്കാൻ ഇടയാകാതിരിക്കുകയും നല്ല കാലത്ത് തന്നെ ദൈവത്തെ അന്വേഷിക്കുകയും, അതായത് യൗവനത്തെ കാലത്ത് തന്നെ നിൻ്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ വാക്യം പോലെ നന്നായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവമായിട്ട് നന്നായി തന്നെ ഇരുന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പം ഇതൊക്കെ ഇസ്രായേലിൽ സംഭവിച്ചു, അതുകൊണ്ട് നമുക്കും സംഭവിക്കാമെന്നല്ല. അതൊക്കെ സംഭവിക്കുന്നത് ദൈവം ഇത് സത്യവേദ പുസ്തകം എന്നാണ് മലയാളത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ്? സത്യമല്ലാത്തതൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ ഈ സത്യങ്ങളൊക്കെയും കണ്ട് തെറ്റായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് തെറ്റായ കാര്യങ്ങൾ, അന്യായങ്ങൾ, അനീതികൾ, കൊള്ളരുതായ്മകൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് എഴുതിയിരിക്കുന്നത്? അത് വായിച്ച് മനസ്സിലാക്കി നമ്മൾ ആ കൊള്ളരുതായ്മകൾ വിട്ട് ഇതിനകത്ത് നല്ലത് നന്മയുള്ള കാര്യങ്ങൾ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹത്തിൻ്റെയും അനുഗ്രഹിക്കപ്പെട്ടവരുടെയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ നമ്മളായിത്തീരാൻ വേണ്ടി രണ്ടും ഈ പുസ്തകത്തിനകത്തുണ്ട്. അത് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കാനല്ല, മറിച്ച് ആ തെറ്റുകളിൽ പോകാതെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊരു പാഠമാകുവാൻ വേണ്ടിയാണ് ഈ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. ആ തരത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതും. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പ്രവചനമാകെ യഹൂദായോട് ഉള്ള, തെക്കേ രാജ്യമായ യഹൂദായോടുള്ള പ്രവചനമാണ്. എന്നാൽ 33-ാം അധ്യായം അതും യഹൂദായോടുള്ള പ്രവചനം തന്നെയാണ്. എന്നാൽ ഈ പ്രവചനം നമ്മൾ വ്യക്തിപരമായി ഒന്ന് നോക്കി എന്നോട് സംസാരിക്കുന്ന എന്ന രീതിയിൽ ഈ പുസ്തകം, ഈ അധ്യായം ഒന്ന് വായിച്ചാൽ നമുക്ക് കുറച്ച്, എല്ലാം നമ്മുടെ ഗുണത്തിനായിട്ടാണല്ലോ ഈ പുസ്തകത്തിൽ എല്ലാം എഴുതിയിരിക്കുന്നത്. അത് യഹൂദയോട് സംസാരിച്ചായിരിക്കാം, ഇസ്രായേലോട് സംസാരിച്ചായിരിക്കാം, യുദ്ധങ്ങൾ ജയിച്ചതായിരിക്കാം, യുദ്ധങ്ങൾ തോറ്റതായിരിക്കാം, യഹോവയുടെ ആലോചന ചോദിച്ചതായിരിക്കാം, ആലോചന ചോദിക്കാത്തതായിരിക്കാം, നടന്നതും നടക്കാനിരിക്കുന്നതുമായ പല കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. എന്തിനു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്? ഇന്ന് ഇത് നമുക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ
സ്ഥിരമാക്കി വച്ചിരിക്കുന്നത് ഇത് വായിച്ച് നേരെയാകാനും നീതിയായതെന്തെന്ന് അന്വേഷിക്കാനും അറിയാനും ഉള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പം അതിനാണ് ഇതിനകത്തും അത്തരം വാക്കുകളുണ്ട്. അപ്പം നമ്മളിത് പേഴ്സണലി നമ്മളോടാണ് പറയുന്നതെന്ന് പറഞ്ഞ് വായിച്ചാൽ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോട് ആരും ദ്രോഹം പ്രവർത്തിക്കാതെ നീ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്കയ്യോ കഷ്ടം. നീ സാഹസം ചെയ്ത് നിർത്തുമ്പോൾ നിന്നെ സാഹസം ചെയ്യും. നീ ദ്രോഹം പ്രവർത്തിക്കുന്നത് മതിയാക്കുമ്പോൾ നിന്നോട് ദ്രോഹം പ്രവർത്തിക്കും. എന്നിട്ട് രണ്ടാമത്തെ വാക്യം മുതൽ: യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി. നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. നിങ്ങളുടെ കവർച്ച തുള്ളൻ ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കപ്പെടും. വെട്ടുകിളി ചാടി വീഴുന്നത് പോലെ അവർ അതിന്മേൽ ചാടി വീഴും. യഹോവ ഉന്നതനായിരിക്കുന്നു, ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത്. അവൻ സിയോൻ. ഈ ഉയരം എന്ന് പറയുന്നത് പൊക്കമല്ല, ഹൈറ്റല്ല, 100 മീറ്റർ ഹൈറ്റ്, 1000 മീറ്റർ ഹൈറ്റ് എന്നുള്ള ഉയരമല്ല. ആ ഉയരം എന്ന് പറയുന്നത് മനുഷ്യനേക്കാളും ഭയങ്കരമായ ഉന്നതമായ അവസ്ഥ, ഉന്നതം എന്ന അർത്ഥത്തിലാണ്. അല്ല, ഉയരം അങ്ങനെയാണ്. അവിടെ തന്നെ എഴുതി യഹോവ ഉന്നതനായിരിക്കുന്നു, ഉയരത്തിലല്ലോ വസിക്കുന്നു. അപ്പോൾ ഈ ഉയരം ഔന്നത്യത്തെ വേണം നമ്മൾ കാണാൻ. ഇവിടെ നമ്മൾ ഭൂമിയിലിരിക്കുന്നു, ഒരുപാട് പൊക്കത്തിലെവിടോ ദൈവം ഇരിക്കുന്ന അർത്ഥത്തിലല്ല. അവിടെ തന്നെ അത് നമുക്ക് തെളിവുണ്ട്. തെളിവാണ് യഹോവ ഉന്നതനായിരിക്കുന്നു, ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത്. അവൻ സിയോനെ ന്യായവും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. ആരുടെ നിക്ഷേപം? ഇന്ന് വായിക്കുന്ന നമ്മുടെ നിക്ഷേപം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആയിരിക്കണം. നമുക്കിത് എങ്ങനെയാണ്? നമുക്ക് വേണ്ടിയിട്ടാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പം വായിക്കുന്നത് നമുക്കത് ഗുണപരമാവണമെങ്കിൽ യഹോവ ഭക്തി നമ്മുടെ നിക്ഷേപമായിരിക്കണം. എന്നിട്ട് താഴോട്ട് അവൻ ഉടമ്പടി ലംഘിച്ചു, പട്ടണങ്ങളെ നിന്ദിച്ചു, ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല. ആര്? ദൈവം. ദേശം ദുഃഖിച്ചു ക്ഷയിക്കുന്നു, ലെബനോൻ ലജ്ജിച്ച് വാടിപ്പോകുന്നു, ഷാരോൻ മരുഭൂമി വരെ ആയിരിക്കുന്നു, ബാശാനും കർമ്മയിലും വിലപഴിക്കുന്നു. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എന്നെ ഉയർത്തും, ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും. അതൊക്കെ കഷ്ടകാലത്തിൻ്റെ അവസ്ഥകളാണ്. അതൊക്കെ നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ച് കളയും. വംശങ്ങൾ കുമ്മായം ചുടുന്നത് പോലെ ആകും, വെട്ടിക്കളഞ്ഞ മുള്ളുപോലെ അവരെ തീയിലിട്ട് ചുട്ടുകളയും. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കഷ്ടത്തിലോ ഒന്നും നമ്മളാരും ആയിട്ടില്ല. നമ്മളാരും ഈ പറയുന്ന പോലുള്ള അനുഭവം അനുഭവിച്ചിട്ടില്ല. ഇത്രയും വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നിട്ടോ വിശ്വാസത്തിന് മുമ്പ് ഒന്നും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. പക്ഷേ ഈ ജനമൊക്കെയും ഈ യഹൂദായും ഇസ്രായേലും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. കാരണം അതുപോലെയായിരുന്നു അവരുടെ പ്രവൃത്തിയും ജീവിതവും ചിന്തയുമൊക്കെ. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഒരു കാര്യം പറയുന്നത്. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? അപ്പം അതിനെ സംബന്ധിച്ചുള്ള ഉത്തരമാണ് താഴെ എഴുതിയിരിക്കുന്നത്. നീതിയായി നടന്ന് നേർ പറയുകയും. ഇത് നമ്മളെ ബാധിക്കുന്നതാണ്. ഇത് യഹൂദായോട് പറയുന്നതാണെങ്കിലും ഇന്ന് വായിക്കുന്ന നമുക്ക് വേണ്ടിയാണ്. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്തിലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും. അവന് വെള്ളം മുട്ടിപ്പോകുകയില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. ഏത് രാജാവിനെയാണ്? നമ്മുടെ ഭൂമിയിലെ രാജാവിനെ അല്ല, വലിയവനായ രാജാവ് നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന രാജാവുണ്ട്. ആ രാജാക്കന്മാരുടെയും ആ യേശു എന്ന രാജാവിനെ നമ്മൾ കാണും. രാജാക്കന്മാരുടെ രാജാവായ സർവശക്തനായ ദൈവത്തെ നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. വിശാലമായൊരു ദേശം കാണും. ദൈവരാജ്യം നമ്മൾ അവകാശമാക്കും. അതാണ് വിശാലമായൊരു ദേശം കാണും. എന്നിട്ട് ചോദിക്കുകയാണ്, പണം എണ്ണുന്നവനെവിടെ? തൂക്കി നോക്കുന്നവനെവിടെ? ഗോപുരങ്ങൾ എണ്ണുന്നവനെവിടെ? എന്നിങ്ങനെ നിൻ്റെ ഹൃദയം ഭീതിയെക്കുറിച്ച് ധ്യാനിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ വലിയ പ്രതാപത്തോടെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ? അയ്യോ, അതാണ് വലിയ കാര്യമെന്ന് ഞാൻ ഗ്രഹിച്ചു പോയല്ലോ. അതായിരുന്നല്ലോ ഇവിടുത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അതുപോലെയൊക്കെ ആകുക എന്നുള്ളത്. അവരൊക്കെ എവിടെ പോയി? അവരുടെയൊക്കെ അവസ്ഥ എന്തായി? അവരിന്നില്ലല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട്
തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയുമുള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല. അപ്പോൾ മറ്റുള്ള ജാതികൾ, മറ്റു ഭാഷക്കാർ ഒന്നും വന്ന് നമ്മളെ അവരെയൊന്നും അങ്ങനെയുള്ളവരെ ഒന്നും കാണത്തില്ല, അവരൊന്നും കാണുകയില്ല. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക. നിന്റെ കണ്ണ് യെരുശലേമിനെ സ്വൈരനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റിയൊരു നാളും ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിച്ചു പോകാത്തതുമായ കൂടാരമായി കാണും. യെരുശലേമിനെ യെരുശലേം യഥാസ്ഥാനത്താകുന്ന ഒരു കാലത്തെ സംബന്ധിച്ചാണ്. യെരുശലേം ദൈവത്തിൻ്റെ പട്ടണമാണല്ലോ, ദൈവത്തിൻ്റെ യെരൂശലേം സമാധാനത്തിൻ്റെ നഗരമാണ്, ദൈവത്തിൻ്റെ നഗരമാണ്. അപ്പോൾ ആ യെരുശലേമിന് സമാധാനത്തിൻ്റെ നഗരം ഇന്നൊരിക്കലും സമാധാനം അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദേശമാണ്. ഇന്നിപ്പോൾ അത് യഹൂദ പറയുമ്പോൾ യഹൂദയുടെ ദൈവാലയം ഇരിക്കുന്ന സ്ഥലമാണ് ഈ യെരുശലേം. ആ യെരുശലേമിൻ്റെ സമാധാനമില്ലായ്മയെക്കുറിച്ച് ഇന്നും യെരുശലേം സമാധാനമില്ലാത്തൊരു ദേശമായി തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ആ യെരുശലേം സമാധാനമുള്ള ഒരു സ്ഥലമായി മാറും. ആ പേര് പോലെ തന്നെ യെരൂശലേം സ്വൈരനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്ത ഒരു കുറ്റിയൊരു നാൾ ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും. അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികളും തോടുകൾക്ക് പകരമായിരിക്കും. തണ്ടുവെച്ച പടക് അതിൽ നടക്കയില്ല, പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോകുകയില്ല. യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. അപ്പോൾ നമുക്ക് ഈ യെരുശലേമിനോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്കില്ല. പക്ഷേ യഹൂദർക്കുണ്ട്. ആ യഹൂദയിലെ ജനത്തോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കതുണ്ട്. നമുക്കിത് വായിക്കുമ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് വായിക്കുമ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ യഹൂദ ജനത്തിന് അവർക്കതുണ്ട്. അവരുടെ ഏറ്റവും വലിയ അഭിമാന സ്തംഭമാണ് യെരുശലേം ദേവാലയവും യെരുശലേമും. അതുകൊണ്ട് അവർക്കത് യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന 100 1000 ഇരട്ടി അളവിൽ അവരത് അനുഭവിക്കും. പിടിച്ചു പറിച്ച വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും. മുടന്തരും കൊള്ളയിടും. എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറയുകയില്ല. അതിൽ പാർക്കുന്ന ജനത്തിൻ്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. നമുക്കും ഈ യെരുശലേമിൻ്റെ നല്ല അവസ്ഥയെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ. അതൊരു ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് സാധ്യമാക്കുന്നത്, അത് കാണുന്ന ജനത്തിന് അത് ദൈവത്തെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാനും ദൈവത്തെ മനസ്സിലാക്കിയതിൽ നിന്നും ഒരുപാട് വലിയ അളവിൽ ദൈവത്തെ അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഇടയാകും. നമ്മളിന്ന് വചനം പറയുന്ന പോലെ അല്പമേ നമ്മൾ കാണുന്നുള്ളൂ, അല്പമേ അറിയുന്നുള്ളൂ. പൂർണ്ണമായതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ. എന്തെല്ലാം കാര്യങ്ങൾ ഇനി അറിയാൻ കിടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ കിടക്കുന്നു. ദൈവം അറിയിച്ചതൊന്നും നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലും നമ്മുടെ കാഴ്ചയുടെ മുമ്പിലും നമ്മുടെ അറിവിൻ്റെയും നമ്മുടെ തിരിച്ചറിവിൻ്റെയും ഒക്കെ അവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടുന്ന, അത് സംഭവിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ സംശയിക്കുന്നതോ അല്പമായി വിശ്വസിക്കുന്നതോ ഒക്കെയായ കാര്യങ്ങൾ, നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ, വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് നിവൃത്തിയാകുന്ന ഒരു കാലം നമുക്ക് കാണാൻ കഴിയും. അന്ന് ഈ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു മതിപ്പ് എന്ന് പറയുന്നത് അത് ഇന്നുള്ളതിൻ്റെ എത്രയോ വലിയ മടങ്ങായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മൂന്നാമത്തെ വായനാഭാഗം യാക്കോബ് എഴുതിയ ലേഖനം, അതിൻ്റെ 3-4 അധ്യായങ്ങൾ. ഇവിടെ 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഇവിടെ വാക്കിനെ സംബന്ധിച്ച്, നമ്മൾ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, ഉപദേശങ്ങളെ സംബന്ധിച്ച്, അതായത് ഒരു മനുഷ്യൻ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ ഉപദേഷ്ടാവാണ്. ഒരുപാട് കാര്യങ്ങൾ പലരും ഉപദേശിക്കും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പ്രബോധിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു, ദിവസവും ദൈവീക കാര്യങ്ങൾ പ്രസംഗിക്കുന്നു, ഉപദേശിക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ അപകടമുള്ളത്, ഇതെല്ലാം ഉപദേശിക്കുന്ന നമ്മൾ ഇതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. അപ്പോൾ ഉപദേശിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ നാക്ക് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർക്കും ഈ പറഞ്ഞ ശിക്ഷാവിധി ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികം പ്രസംഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ,
അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഉപദേശിക്കുന്ന ആൾ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ അനേകന്മാർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അതിന് യോഗ്യമായി ചെയ്യാൻ കഴിയുന്നവർ മാത്രം ഉപദേഷ്ടാക്കന്മാരായാൽ മതി. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഒരുത്തൻ്റെ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ അവൻ്റെ വായിൽ കടിഞ്ഞാണിട്ട് അതിനെ തിരിക്കുന്നത് പോലെ. കപ്പൽ എത്ര വലിയ കൊടുങ്കാറ്റിലൊക്കെ വരുന്ന അമരക്കാരൻ്റെ ഏറ്റവും ചെറിയൊരു ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നത് പോലെ നമ്മുടെ ഏറ്റവും ചെറിയൊരു അവയവമാണ് നാവ്. ഈ നാവും വലിയ വമ്പ് പറയുന്നു, ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അതുകൊണ്ട് അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. അപ്പം നാക്കിനെ സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷിയും മൃഗവും ജലജന്തുക്കളും ഒക്കെ എല്ലാം മനുഷ്യജാതിയോട് എരുങ്ങുന്നു. എന്നാൽ മനുഷ്യനോട് മെരുങ്ങാത്തൊരു സംഗതി അവനവൻ്റെ നാവ് തന്നെയാണ്. നാവിനെ ആർക്കും മെരുക്കാൻ കഴിയുന്നതല്ല. അതിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ ശപിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ മനുഷ്യരെ ശപിക്കുകയും നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്. അവിടെ അന്ന് യാക്കോബ് എഴുതിയത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്. അതെല്ലാ കാലത്തും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ മനുഷ്യർക്കും, എല്ലാ കാലത്തെയും മനുഷ്യർക്കും. അതുകൊണ്ട് ദൈവത്തെ കാര്യങ്ങൾ പറയുകയും അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അതേ നാവ് കൊണ്ട് തന്നെ മനുഷ്യൻ ശപിക്കുകയും ചെയ്യുന്നു. ഒരേ അവയവം കൊണ്ട് തന്നെയാണ്. ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാർ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. അപ്പോൾ ഈ ദൈവം യേശുക്രിസ്തു പറയുന്ന എന്താ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് തന്നെ നാവ് പ്രസ്താവിക്കുന്നതാണ്. അപ്പോൾ ഹൃദയത്തിലില്ലാത്തൊരു കാര്യം നാവിൽ നിന്ന് വരില്ല. വെറുതെ നാവ് കൊണ്ട് മാത്രം വർത്താനം പറയാൻ. അപ്പോൾ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് വരൂ. അപ്പോൾ ഹൃദയം എന്താണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളതെന്നുള്ളത് നാവ് വെളിവാക്കുമെന്നാണ്. എന്നിട്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പോൾ അത് ഉയരത്തിലുള്ള ജ്ഞാനമാണ് ഓരോരുത്തർക്കും ഉള്ളതെങ്കിൽ അത് നിർമ്മലമായിരിക്കും, സമാധാനമുള്ളതായിരിക്കും, ശാന്തതയും അനുസരണമുള്ളതായിരിക്കും, കരുണയും സൽഫലം നിറഞ്ഞതുമായിരിക്കും, പക്ഷപാതം കാണിക്കാത്തതായിരിക്കും, കപടമില്ലാത്തതായിരിക്കും. അങ്ങനെയായിരിക്കും ഉയരത്തിലുള്ള. ഇപ്പം നമുക്കെല്ലാം ഉയരത്തിൽ നിന്ന് ജ്ഞാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഉയരത്തിലുള്ള ജ്ഞാനം യഥാർത്ഥത്തിൽ അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ. അപ്പോൾ അത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഹൃദയം നിറയുന്നത് നാവ് പ്രസ്താവിക്കും. ഹൃദയം നിറഞ്ഞ അനുഗ്രഹമാണെങ്കിൽ അനുഗ്രഹം പറയും. ഹൃദയം നിറച്ച് സ്നേഹമാണെങ്കിൽ അത് സ്നേഹം പുറപ്പെടുവിക്കപ്പെടും. ഹൃദയം നിറച്ച് കരുണയുണ്ടെങ്കിൽ അതിൽ നിന്ന് കരുണ പുറപ്പെടും. അപ്പോൾ പുറപ്പെടുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് നാവ് പ്രസ്താവിക്കുന്നതും പുറത്തേക്ക് വരുന്നതും. ഹൃദയത്തിലില്ലാത്തൊരു കാര്യം പുറത്തുണ്ടാകത്തില്ല. വെറുതെ കപടം കാണിച്ച് നിൽക്കാനൊക്കത്തില്ല. അത് നിലനിൽക്കില്ല. അത് അതിനാൾ പോകത്തില്ല. എവിടെയെങ്കിലും അത് മാറ്റി ഒറിജിനൽ സംഗതി പുറത്ത് വരും. അത് കാണിക്കപ്പെടുക തന്നെ ചെയ്യും. 4, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായികയാൽ ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഇത് അവിടെ അപ്പോസ്തലൻ യാക്കോബ് പറയുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുവർത്തിച്ച് വരികയും നമ്മൾ അനുഭവിക്കുന്നതുമായ ചെറിയ ചെറിയ കാര്യങ്ങളും തോന്നാവുന്ന വലിയ വലിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ യാചിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് യാചിക്കുന്നത്? എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? എന്താണ് ദൈവത്തോട് അപേക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? എന്തിനെക്കുറിച്ചൊക്കെയാണ്? ഇതൊക്കെയാണ് അതിനകത്ത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ദൈവഹിതപ്രകാരമല്ലാത്തത് കൊണ്ട് നിങ്ങളത് പ്രാപിക്കുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും ദൈവം നിങ്ങൾ തരും. എന്തപേക്ഷിച്ചാലും ദൈവം നിങ്ങൾക്ക് തരുമോ? അങ്ങനെ എന്തപേക്ഷിച്ചാലും ദൈവം നമുക്കൊന്നും ഒന്നും തരില്ല. അതെന്താണ് എന്തപേക്ഷിച്ചാലും എന്നുള്ളതെന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെ പഠിക്കണം. ക്രിസ്തു എന്തായിരിക്കും ഈ പറഞ്ഞത്? എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും നിങ്ങൾക്ക് ദൈവം തരും എന്ന്
പറഞ്ഞ ആ എന്ത് അപേക്ഷിച്ചാലും എന്ത് വേണമെങ്കിലും എന്നുള്ളതിൻ്റെ ആശയം എന്തെന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് പ്രകാരം അപേക്ഷിക്കുന്നതേ കിട്ടുകയുള്ളൂ, അല്ലാത്തൊന്നും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭോഗേച്ഛകളിൽ വല്ലാതങ്ങ് ചെലവിടാനുള്ളതായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ അതൊന്നും ദൈവത്തിന് ഹിതകരമായ പ്രാർത്ഥന അല്ലാത്തതുകൊണ്ട് അതൊന്നും സംഭവിക്കില്ല, അതൊന്നും ലഭിക്കില്ല എന്ന് തന്നെയാണ്. അവിടെ വീണ്ടും താഴോട്ട് വരുമ്പം ലോകസ്നേഹം അവിടെ വ്യഭിചാരികളാണ് പറയുന്നത്. എന്നാലും ആർക്കും അത് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി. ഇപ്പോൾ ലോകപ്രകാരമുള്ള ജീവിതം ജീവിക്കുവാനും ലോകത്തിൻ്റെ വഴികൾ നടക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ വഴിയൊന്നും ദൈവത്തിൻ്റെ വഴിയല്ല എന്നുള്ളതാണ് ദൈവം ഇവിടെ പറയുന്നത്. എന്നാൽ ദൈവം അധികം കൃപ നൽകുന്നു. ദൈവം അധികം കൃപ നൽകാൻ മനസ്സുള്ളവനാണ്, അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു ദൈവത്തിൻ്റെ ഒരു നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പം നിങ്ങൾക്കെതിരെയുള്ള എല്ലാ എതിരികളും നിങ്ങളെ വിട്ട് ഓടിപ്പോകും എപ്പോൾ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് കീഴടങ്ങി ജീവിച്ചാൽ നമുക്ക് വരുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളോ എന്തായാലും നമുക്കതിനെ അതിജീവിക്കാനുള്ള ശക്തിയും ബലവും ലഭിക്കും. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യും എന്നുള്ളതാണ് ദൈവം ഇവിടെ പറയുന്നത്. അല്ലാതെ ദൈവത്തിനല്ല കീഴ്പ്പെടുന്നത്. ലോകപരമായ കാര്യങ്ങൾക്കാണ്, പണത്തിനാണ്, മറ്റ് ചില ബന്ധങ്ങൾക്കാണ് പ്രധാനം. മനുഷ്യമായ ചില ബന്ധങ്ങൾക്കാണ് ദൈവത്തെക്കാളും പ്രാധാന്യം കൊടുത്താൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ ജയമോ അല്ലെങ്കിൽ വിടുതലോ ഒന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവം നിങ്ങളോട് അടുത്ത് വരും, അപ്പം നിങ്ങൾ അങ്ങോട്ട് അടുത്ത് ചെല്ലുവിൻ എന്നല്ല, മറിച്ച് ആദ്യം നമ്മളാണ് ആ കാലെടുത്ത് വെക്കേണ്ടത്. നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പം ദൈവത്തോട് അടുത്ത് വരാൻ തക്കമുള്ള യോഗ്യതയിൽ വേണം വരാൻ. ചുമ്മാ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെന്ന് കയറി, അല്ലെങ്കിൽ ആലയത്തിൻ്റെ അടുത്ത് ചെന്ന് കയറി, അല്ലെങ്കിൽ ആലയത്തിൽ ഏറ്റവും അടുത്ത് അവിടെ ഇരിക്കുന്ന പ്രതിമ ഇരിക്കുന്ന സ്ഥലത്ത് പോയിരിക്കുക എന്നുള്ളതൊന്നും അല്ല എൻ്റെ അർത്ഥം. അവിടെ നമ്മൾ മാനസികമായി വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവ സ്വഭാവത്തോടെ, എല്ലാം ദൈവ സ്വഭാവമാണ്. ഏതാണ്? കരുണ, ദീർഘക്ഷമ, സ്നേഹം ഒക്കെ ആത്മാവിൻ്റെ ഫലങ്ങളെന്നാണ് പറയുന്നത്. ആത്മാവ് ഏതാത്മാവിൻ്റെ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ. മനുഷ്യൻ്റെ പുറപ്പെടുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ആത്മാവിൻ്റെ ഫലങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതെവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. കരുണ, സ്നേഹം, ദീർഘക്ഷമ, പരോപകാരം എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം ആ ദൈവിക സ്വഭാവങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിനടുത്ത് ചെല്ലാനൊക്കെ ഉള്ളൂ. അല്ലാതെ എല്ലാ അശുദ്ധികളോടും കൂടി ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കരുതൊക്കെയും കരിഞ്ഞ് കഴുകിക്കളഞ്ഞ് ഒരു രൂപാന്തരം, നമ്മുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരം പ്രാപിച്ചാൽ മാത്രമേ, ഒരു മാനസാന്തരം പ്രാപിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തിനടുത്തോട് ചെല്ലാനൊക്കെ. അപ്പോൾ ദൈവത്തിനടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അല്ല നടന്ന് പള്ളിയിലോട്ട് കയറിപ്പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ എല്ലാ അശുദ്ധിയോടും കൂടി തൻ്റെ പാപത്തോടും കൂടി ബൈബിൾ തുറന്നു വെച്ച് വായിച്ചിട്ടല്ല, ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴല്ല, മറിച്ച് നമ്മൾ ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് ഉള്ള ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുക എന്നുള്ളതാണ്. അവൻ നിങ്ങളെ അടുത്ത് വരും. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. താഴോട്ട് ചില ഉപദേശങ്ങളൊക്കെയും പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ വിശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ. ഏതാണ്? നമ്മളാൽ ഉണ്ടായ, ദൈവത്തിനുണ്ടായ സങ്കടത്തെ, വ്യസനത്തെ, നമ്മളാൽ ദൈവത്തിനുണ്ടായ ദുഃഖത്തിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ച് കരയണം. അല്ലാതെ വേറെ എന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും കഷ്ടമുണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ കരയുന്നതിനെ കുറിച്ചല്ല, മറിച്ച് സങ്കടപ്പെട്ട് കരയണം. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയണം. ഞാൻ കാരണം ദൈവത്തിനുണ്ടായ സങ്കടത്തിന് നമ്മൾ ദുഃഖിക്കണം, കരയണം. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും താഴ്ന്നിരിക്കുക എന്നുള്ളതാണ്. അത് താഴ്ന്നിരിക്കുക എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയുക? അതിൻ്റെ പ്രയോറിറ്റൈസേഷൻ ഒരു വാക്ക്, മുൻഗണന എന്നൊരു വാക്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒതുക്കാൻ പറ്റും. അപ്പോൾ ഏത് കാര്യം വരുമ്പോഴും മുൻഗണന ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ താഴുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആശയം. നമുക്കത് പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്, മുൻഗണന കൊടുക്കുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മുൻഗണന. അതല്ല വായിക്കുന്നത്, മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിൻ എന്ന് പറയുന്നത്.
മുൻഗണന ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വിഷയം വരുമ്പോൾ ഇവിടെ ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ അതോ വേറെ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കണമോ, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ പണത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ എൻ്റെ തൊഴിൽ എന്ന കാര്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ അതോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മകൻ്റെയോ അവൻ്റെ ഇഷ്ടത്തിൽ നിൽക്കണമോ. ഇതൊക്കെയാണ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താഴുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തെ ഉയർത്തി സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കണം. പ്രവൃത്തി കൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ അത് മനുഷ്യൻ വഴക്ക് പറയുകയോ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യൻ നമ്മളെ കളിയാക്കുകയോ നീ ചെയ്തത് ശരിയല്ല തെറ്റാണെന്ന് പറയുകയോ ഒക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ മനസാക്ഷി കൊണ്ട് ദൈവം പറഞ്ഞ വാക്കിന് ആണ് ഞാൻ ദൈവപക്ഷത്താണ് നിൽക്കുന്നത്, ദൈവം പറഞ്ഞാണ് ഞാൻ അനുസരിക്കുന്നത്, ഈ ഭൂരിപക്ഷം പറയുന്ന മനുഷ്യൻ പറയുന്നതല്ല, എൻ്റെ മക്കളുടെ ഭാര്യയൊക്കെ പറയുന്നതല്ല, ഞാൻ എൻ്റെ ഭർത്താവ് പറയുന്നതല്ല, ഞാൻ ദൈവം പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ചിലപ്പം കഷ്ടവും പീഡയും ഒക്കെ സഹിക്കേണ്ടി വരും. അതങ്ങനെ നിൽക്കുമ്പോഴാണ്, അവിടെയാണ് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയോറിറ്റി എന്ന് പറയുന്നതും ദൈവസന്നിധിയിൽ താഴുക എന്ന് പറയുന്നതും ഒക്കെ ആ കാര്യമാണ്. അപ്പം അങ്ങനെ ദൈവപക്ഷത്ത് നിൽക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ ദൈവം നമ്മളെ കൈവിടുകയില്ല എന്ന് തന്നെയാണ് യാക്കോബ് വെറുതെ പറയുന്നതാണല്ലോ. യാക്കോബ് ഒരു സമയത്ത് യേശുക്രിസ്തുവിനെ എതിർത്ത് നടന്ന ആളാണ്. ആരും അംഗീകരിച്ചില്ല. സ്വന്തം സഹോദരന്മാരുണ്ട് വീട്ടിൽ, അവരുടെ ബന്ധുക്കളുണ്ട്, ചർച്ചക്കാരുണ്ട്, ആരും യേശുക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. യാക്കോബും യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിരുന്ന ആളല്ല. ആ യാക്കോബ് തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഇവരുടെ മുമ്പിലൊക്കെയും കാണുകയൊക്കെ ചെയ്തതിന് ശേഷമാണ്, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷവും ഒക്കെയാണ് ഈ പറഞ്ഞ മനുഷ്യൻ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ ഒരു ദാസനായി മാറുകയും സഭയുടെ മൂപ്പനായിട്ടോ ഒക്കെ മാറുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമ്മൾ വായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. യേശുക്രിസ്തു ദൈവത്തിൻ്റെയും കർത്താവായ യേശുവിൻ്റെയും ദാസനായ യാക്കോബ് എന്നാണ് ആദ്യം തന്നെ നമ്മൾ വായിക്കുന്നത്. യാക്കോബ് തന്നെ എഴുതുന്നത് ഞാൻ അവരുടെ ദാസനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനെയായിരുന്ന യാക്കോബ് ആയി മാറിയ യാക്കോബാണ് എഴുതുന്നത്. തൻ്റെ അനുഭവത്തിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഇത് എഴുതുന്നത്. അതല്ലാതെ ചുമ്മാ വെറുതെ എഴുതുന്നതല്ല. തനിക്കൊരു അനുഭവം ഈ സംഗതി സംബന്ധിച്ചുണ്ട്. അത് ദൈവസന്നിധിയിൽ താഴുവിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അവൻ താഴ്ന്നു കൊടുത്ത ആളാണ്. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ടവൻ യേശുക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവത്തിൻ്റെ വാക്കുകൾക്കും ഒക്കെ അവൻ താഴ്ന്നു കൊടുത്തവനാണ്. അത് അംഗീകരിച്ചവനാണ്, മനസ്സിലാക്കിയവനാണ്, തിരിച്ചറിഞ്ഞവനാണ്, സമർപ്പിക്കപ്പെട്ടവനാണ്. അപ്പോൾ അതാണ് യാക്കോബിന് ഇതൊക്കെ പറയാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് യാക്കോബ് ഈ പ്രവൃത്തിയും വിശ്വാസവും ഒക്കെ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നല്ലേ, അതെല്ലാം അതൊരു തിരിച്ചറിവിൽ നിന്ന്, അനുഭവത്തിൽ നിന്നൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവ് ന്യായാധിപതിയും ഒരുവനേയുള്ളൂ, രക്ഷിക്കാനും നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ. അതാരാണ്? സർവശക്തനായ ദൈവം. ആ ദൈവമാണ് ന്യായപ്രമാണ കർത്താവ്, ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. ആ ഒരുവൻ ന്യായപ്രമാണത്തിൻ്റെ കർത്താവ് ആരാണ്? ദൈവമാണ്. ന്യായാധിപതി ആരാണ്? ദൈവമാണ്. ക്രിസ്തു ന്യായാധിപതിയുമാണ്. പക്ഷേ ആ ന്യായാധിപതിക്കും ഒരു ന്യായാധിപതിയുടെ മേളിലുള്ള ന്യായാധിപന്മാരിൽ ന്യായാധിപൻ, കർത്താക്കന്മാരിൽ കർത്താവ്, രാജാക്കന്മാരിൽ രാജാവ്. അങ്ങനെയുള്ള ദൈവത്തിനെ, സർവശക്തനായ ദൈവത്തെ ആണ് ഇവിടെ പറയുന്നത്. എല്ലാം ഒരുവൻ തന്നെ, രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവൻ അവൻ തന്നെ. അപ്പം അങ്ങനെ ഉള്ള ഒരു അധ്യായവും കൂടാണ് ഇവിടെ അവസാനിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തെ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവിടെ ഭൂമി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോകാനുണ്ടായിരിക്കും. അവിടെയൊക്കെ നമ്മുടെ 70, 80, 100 വർഷമെന്ന് പറയുന്നത് ഈ വലിയ ഒരു ചരുവത്തിനകത്തെ ഒരു തുള്ളി പോലും ഇല്ലാത്ത വിധം, അല്ലെങ്കിൽ കടലിലെ ഒരു ഗ്ലാസ് വെള്ളം പോലെയാണ്. അത്ര ചെറിയ ഒരു കാലയളവിലെ ജീവിതമാണ് നമുക്കുള്ള. അതാണ് ഇവിടെ പറഞ്ഞത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. നമ്മുടെ ജീവിതം ഒരു ആവിയാണ്, ആവി പോലുള്ള ജീവിതമാണ്. കുറച്ച് ജീവിതമേ നമുക്കുള്ളൂ. മൊത്തം ലോകത്തിൻ്റെ കാലഘട്ടം ദൈർഘ്യം നോക്കിയാൽ അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടതെന്നാണ്. അപ്പോൾ എന്താണ് പലരും പറയുന്നത്, ഞാൻ നാളെ അവിടെ പോകണം, അവിടെ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവിടെ പോയി ഇന്ന കച്ചവടം ചെയ്യാറുണ്ട്, അവിടെ നിന്ന് അതിനൊരു ഏകദേശം ഇത്ര രൂപ ലാഭം കിട്ടണം,
അതിനെടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ വളരെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ നമ്മളും പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആ പ്ലാനിങ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ദൈവം അനുവദിച്ചാൽ ഞാനത് ചെയ്യും, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ചെയ്യും എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇമാതിരി വമ്പൊന്നും പറയരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നാളെ പറഞ്ഞ് ചെയ്യാനിരിക്കുന്ന കാര്യം നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ നാളെ ജീവിച്ചിരുന്നാൽ മാത്രമേ കാര്യം ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പം അങ്ങനെ ജീവിച്ചിരുന്നാൽ തന്നെ മറ്റു കാര്യങ്ങൾ അനുകൂലമാകണം. ഇതൊക്കെ ദൈവത്താൽ സാധ്യമാകേണ്ട കാര്യം, ദൈവം അനുവദിച്ചാലും മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയരുതും, പറഞ്ഞ് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതായിരിക്കണം. പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലുണ്ടാകണം. പുറത്തും പറഞ്ഞാൽ നല്ലത് തന്നെ, എന്നാലും ഹൃദയത്തിൽ പൂർണ്ണമായി അതുണ്ടാകണം എന്നുള്ളതാണ് എന്നുമല്ലോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് 4-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ. നമുക്കറിയാവുന്ന ഏറ്റവും വലിയ നന്മ ഏതാണ്? ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല നന്മയാണ്, ഏറ്റവും മുന്തിയ നന്മ ഏതാണ്? ഒന്ന് ചിന്തിച്ചാൽ ദൈവരാജ്യം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ. അത് ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അത് പാപം തന്നെ എന്നാണ്. അപ്പോൾ പാപം നമ്മൾ ചെയ്യുന്ന ഒരാളെ നുള്ളുകയും കടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നതല്ല, മാത്രമല്ല പാപം. ഏറ്റവും വലിയ പാപം ഒരു മനുഷ്യന് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാനിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയ നന്മ അതാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതൊരു മനുഷ്യനോട് പോലും പറയാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ പാപത്തിലാണ്, നമ്മൾ ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തിയിൽ നമ്മളായിരിക്കുന്നു. പക്ഷെ അത് നമുക്കങ്ങനെ തോന്നത്തില്ല. നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനൊക്കെ സംബന്ധിച്ച് തെറ്റെന്ന് പറയുള്ളൂ. ദൈവം ഒരിടത്തും നിങ്ങൾ എല്ലാവരും പോയി സുവിശേഷം അറിയിക്കാനൊന്നും പറയുന്നില്ല. പക്ഷേ യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ആരുടെ പക്ഷത്തു നിന്നാണ് പറയുന്നത്? ആരുടെ വാക്കാണ് യേശുക്രിസ്തു പറയുന്നത്? യേശുക്രിസ്തു പറയുന്നതിന് യേശുക്രിസ്തു പറഞ്ഞതായിട്ടും ദൈവം പറഞ്ഞ കാര്യത്തെ ദൈവം പറഞ്ഞായിട്ടും നമുക്ക് കാണാൻ ഒക്കുമോ? യേശുക്രിസ്തു പറഞ്ഞതിനും ദൈവം പറഞ്ഞായിട്ട് തന്നെ നമ്മൾ കാണണം. അതിന് ദൈവം പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രവാചകന്മാരല്ലേ പറഞ്ഞിട്ടുള്ളൂ കാര്യങ്ങളൊക്കെ. നമ്മൾ പഴയ നിയമത്തിൽ ദൈവം നേരിട്ട് വന്ന് പറഞ്ഞോ? പ്രവാചകന്മാർ പറഞ്ഞ കാര്യമല്ലേ? പുതിയ നിയമത്തിലെ പ്രവാചകനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പോയി സർവ്വ ജനത്തോടും സുവിശേഷം അറിയിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ സുവിശേഷം അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ. അത് അല്പമൊക്കെയും ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനും അത് ഈ പറഞ്ഞ പോലെ അതേ അർത്ഥത്തിൽ നിരന്തരം സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ജോലി ഞാനും ചെയ്യുന്നില്ല. അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ എന്നാൽ പൂർണ്ണമായും അറിയിക്കാതിരുന്നിട്ടില്ല. ചിലരൊക്കെയും അറിയിച്ചും ചിലരൊക്കെ വിശ്വാസത്തിലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതും പോരാ. നമുക്കറിയാവുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അതിന് മുൻഗണന കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ വായിച്ചത്? ദൈവസന്നിധിയിൽ താഴുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ താഴ്ന്നാൽ മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാനൊക്കെയുള്ളൂ. അല്ല ഇതൊന്നും സാരമില്ല, ആരെങ്കിലുമൊക്കെ അറിയിച്ചോളും എന്നുള്ളത് അല്ല. നമ്മൾ തന്നെ ഇത് അറിയിക്കേണ്ടതാണ്. നമുക്ക് സൗജന്യമായി ലഭിച്ചതല്ലേ, അത് സൗജന്യമായി കൊടുപ്പിനും ദൈവത്തിൻ്റെ വചനവും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുത്തു. നിങ്ങൾ എന്തെങ്കിലും ഉരുൾ നേർച്ച നേർന്നിട്ടാണോ? എന്തെങ്കിലും കുരിശുമരണം അനുഭവിച്ചിട്ടാണോ? എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ടാണോ? ഒരു ത്യാഗവും ചെയ്തിട്ടില്ല. സൗജന്യമായി ലഭിച്ചതല്ലേ. നമ്മളെ അങ്ങോട്ട് പോയി അന്വേഷിച്ചാണ്, നമ്മളെ തേടി ഇങ്ങോട്ട് വന്നതല്ലേ സുവിശേഷം. അപ്പോൾ അതുകൊണ്ട് ദൈവം പറയുന്നത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ചെറിയ വാക്യമാണ്. ആ വാക്യത്തിനകത്ത് സുവിശേഷം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിൻ്റെ ചുരുക്കമായി പറയുന്ന വാക്കുകൾക്കകത്തൊക്കെയും വലിയ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അത് അന്വേഷിച്ച് പോയാൽ നമുക്ക് വാചകങ്ങളും പുസ്തകങ്ങളും താളുകളും ഒന്നും തികയാതെയും വരും. എന്താണ് എഴുതിയിരിക്കുന്നത്? നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ എന്ന് പറയുന്നത്. ലോകത്ത് അനേകം നന്മകളുണ്ട്. എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു നന്മ എന്നങ്ങ് പറഞ്ഞു വെച്ചാൽ അതവിടെ തീരും. അത്രയേ ഉള്ളൂ. ഒരാൾക്ക് പണമില്ലാത്തൊരുവന്, ദരിദ്രനായിരിക്കുന്ന ഒരാൾക്ക്, ആഹാരമില്ലാത്ത ഒരാൾക്ക് ഒരു നേരം ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, അയാൾക്ക് കുറേ പണം കൊടുക്കുക, ഇതൊക്കെ നന്മ ചെയ്യണം. അപ്പോൾ നന്മയുടെ ലിസ്റ്റ് കോടാനുകൂടി നന്മകൾ നമ്മുടെ മുമ്പിൽ ചെയ്യാനും കാണാനുമുണ്ട്, അത് പറയാനുണ്ട്. എല്ലാം നന്മകൾ തന്നെ. പക്ഷേ ആ നന്മയ്ക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ് സുവിശേഷം അറിയിക്കുക, ദൈവരാജ്യം അറിയിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയുമില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ആ ഒരു സുവിശേഷത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നന്മയെക്കുറിച്ച് പറയാൻ എല്ലാം നന്മ തന്നെ, ആ നന്മ ചെയ്യുമെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റും, ചുരുക്കി തീർക്കാം, ഒറ്റ വാക്കിൽ തന്നെ നിൽക്കും. പക്ഷേ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ
ആ ഒരു വാക്യം മതിയാകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ദൈവിക കൽപ്പന തന്നെയാണ്. യേശുക്രിസ്തു പറയുന്നത് കൊണ്ട് അത് കൽപ്പന തന്നെയായി മാറുകയാണ്. സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറയുന്നത് കൽപ്പന, അത് കൽപ്പനയാണ്, ദൈവിക കൽപ്പനയായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഈ ഒരു കാര്യത്തിലും കൂടെ നമുക്കുള്ള കുറവിനെ പരിഹരിക്കുവാൻ ദൈവം നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇടവരുത്തട്ടെ. നമുക്കറിയാവുന്ന ഒരാളിനോട് അത് പലപ്പോഴും എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണ് ഒരാളോട് സുവിശേഷം അറിയിക്കേണ്ടത്? അപ്പോൾ അത് ചിലപ്പം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിച്ച് നടക്കുന്ന ആളായിരിക്കാം. അവരോടും പറയണമല്ലോ, അവരറിഞ്ഞിരിക്കുന്ന അവരറിഞ്ഞിരിക്കുന്ന ഈ ദൈവത്തെ സംബന്ധിച്ചും ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള അറിവ് ശരിയായിരിക്കണമെന്നില്ല, വചനപ്രകാരമായിരിക്കണം, ബൈബിളിലെ വിശ്വാസമായിരിക്കണമെന്നില്ല അവർക്കുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനിയോട് എന്തിനാ പറയാൻ നമുക്ക് തോന്നും. പക്ഷേ ക്രിസ്ത്യാനിയോടും പറയേണ്ട അവസ്ഥയാണ് ഇന്ന് ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും, വളരെ സിംഹപക്ഷവും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ബൈബിളിലെ സത്യങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ എന്നോട് കോപിച്ചിട്ട് കാര്യമില്ല, അത് സത്യമാണ്. ആ സത്യത്തിൽ നിന്ന് ആ സത്യം അതായിരിക്കെ തന്നെ ബൈബിളിലെ സത്യത്തിലേക്ക് കൂട്ടിവരുത്തുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആളിനോടും സുവിശേഷം അറിയിക്കേണ്ടതുണ്ട്, ഒരു ഹിന്ദു ആയിട്ടുള്ള ആളിനോട് സുവിശേഷം അറിയിക്കേണ്ടതുണ്ട്, ഒരു മുസ്ലിം ഒരാളിനോട് സുവിശേഷം അറിയിക്കേണ്ടതുണ്ട്, എല്ലാ ജാതികളിലുള്ള ആൾക്കാരും എല്ലാ ദേശക്കാരോടും അറിയിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അറിയിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വാക്കുകളാണല്ലോ അറിയിക്കുന്നത്. ആ വാക്കുകൾ എങ്ങനെയാണ് ഒരാളിനെ ഇതിൻ്റെ താല്പര്യം ജനിപ്പിക്കുക? ഒരു താല്പര്യം ജനിപ്പിക്കണം, അവർക്കിത് കേൾക്കാൻ ഒരു താല്പര്യം ജനിപ്പിക്കണം. താല്പര്യം ജനിപ്പിക്കുന്ന വാക്കുകൾ, നമ്മുടെ ട്രെയിൻഡ് വാക്കുകൾ നമ്മൾ പറയണം. അപ്പോൾ മാത്രമേ അയാൾക്ക് താല്പര്യമുണ്ടാകും. കേൾക്കാൻ താല്പര്യം വേണമല്ലോ. അല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് പറയുന്നതല്ല അതിൻ്റെ വിജയം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പം അയാൾ ഇതെന്താ അങ്ങനെ എന്നാ പറ എന്ന് പറയുന്നൊരു മനോഭാവത്തിലേക്ക് വന്നാൽ മാത്രമേ അവർ താല്പര്യക്കാരാവണം, അവർ കേൾക്കാൻ ഇഷ്ടമുള്ളവരാകണം. അതിനുള്ള വാക്കുകളാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അല്ലാതെ ഒരാളെ വിളിച്ചിരുത്തി നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതാണ് ബൈബിൾ പറയുന്നത് പറഞ്ഞാൽ അയാൾ കേട്ടോണ്ട് കുറേ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മളോട് ബഹുമാനം കൊണ്ടും ചിലപ്പോൾ അയാൾ കുറേ നേരം ഇരിക്കും. പക്ഷേ അത് അയാളുടെ ഹൃദയത്തെ സ്പർശിക്കണമെന്നില്ല. മറിച്ച് അയാൾക്ക് താല്പര്യം ജനിക്കുമാറ് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അതിനുള്ള കാര്യങ്ങൾ വേണം നമ്മൾ പറയാൻ. അയാൾക്ക് താല്പര്യം ജനിക്കണം, കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാക്കണം, അയാൾ ആവശ്യക്കാരനായി മാറണം. അപ്പോഴേ ഇത് യഥാർത്ഥ ഫലം കായ്ക്കുള്ളൂ. അതുകൊണ്ട് നമ്മളിത് എങ്ങനെയാണ് ദൈവമേ ഒരാളോട് സുവിശേഷം അറിയിക്കേണ്ടതെന്നുള്ളത് നിരന്തരം പ്രാർത്ഥിച്ച് അത് നമ്മളതൊരു വശത്താക്കി കൊണ്ട് മാത്രമേ മറ്റുള്ളവരോട് സംസാരിക്കാവൂ. ഇല്ലെങ്കിൽ ജനനവും മരണവും ഒരുമിച്ചായിരിക്കും, ഉദയവും അസ്തമയവും ഒരുമിച്ച് സംഭവിക്കും. ആരും നമ്മളെ കേൾക്കാൻ നിൽക്കത്തില്ല. അതിന് കേൾക്കാൻ തക്കവണ്ണമുള്ള വാക്കുകളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതവർക്ക് താല്പര്യം ജനിപ്പിക്കണം. ആ താല്പര്യം തുടർന്ന് നമ്മൾ വചനത്തിലേക്ക് അവരെ നോക്കുവാൻ, അവർക്ക് വചനത്തിൽ നിന്ന് വചനം തുറന്നു വെച്ച് വചനം കാണിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ അഭിപ്രായങ്ങളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. വചനത്തിൽ നിന്ന് ഒന്നോടൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു എന്ന് കണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പുസ്തകത്തിലെ പല ഭാഗത്തു നിന്നും പല കാലഘട്ടത്തിൽ പല ആളുകൾ എഴുതിയ അതിനെ സംബന്ധിച്ചുള്ള വസ്തുതകൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ് വിശ്വാസത്തിലേക്ക് വരാൻ. നമ്മുടെ അഭിപ്രായം കാര്യങ്ങൾ പറയാൻ ലോകത്ത് ഇഷ്ടം പോലെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ആർക്ക് വേണമെങ്കിലും പറയാം. ആ അഭിപ്രായത്തിൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാളുടെ പുറകെ പോകാം. പക്ഷെ നമുക്കങ്ങനല്ല. നമ്മൾ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ, അതിനെ വിശ്വാസി ജനിപ്പിക്കാൻ കഴിയുള്ളൂ, അതാണ് ശാശ്വതമാകുകയുള്ളൂ. അല്ലെങ്കിൽ വേറൊരു അഭിപ്രായം വരുമ്പോൾ ആ അഭിപ്രായം കേട്ട് അതിൻ്റെ പുറകെ പോകും. ആ അഭിപ്രായത്തിന് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിളാണെങ്കിൽ ആ ബൈബിളിലെ വാക്യം കണ്ടാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ അവർ ഈ സത്യത്തിൽ നിൽക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഇപ്പോൾ അവസാനം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അതിൻ്റേതായ പ്രാഗൽഭ്യം ലഭിക്കട്ടെ. അതിനായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സുവിശേഷം ഭൂമി മുഴുവൻ എത്തുമാറാകട്ടെ. അങ്ങയുടെ പരിജ്ഞാനം സർവ്വഭൂമിയിൽ നിറയുമാറാകട്ടെ. അങ്ങനെ അങ്ങയുടെ മഹത്വം സർവ്വഭൂമിയിൽ എത്തുമാറാകട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദി കർത്താവേ, ഈ വലിയ അനുഗ്രഹത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കിയതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രിയ വായനാ സുഹൃത്തെ, നമുക്ക് വീണ്ടും പുതിയ വായനാഭാഗങ്ങളുമായിട്ട് നാളെ കാണാം. സർവശക്തനായ ദൈവത്തിന് നന്ദി. കേട്ടിരുന്ന താങ്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.